എല്ലാവർക്കും ഫോർ യു കുട്ടീസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതൊരു ഫ്രൂട്ട് വൈൻ അല്ല, ഹെൽത്തി ആയിട്ടുള്ള ജിഞ്ചർ വൈൻ. വൈൻ ഉണ്ടാക്കാനായി 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വൃത്തിയായി കഴുകി തൊലി കളഞ്ഞെടുക്കാം. ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല, ചെറുതായി ഒന്ന് ചതച്ചെടുക്കാൻ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കാം. ഇഞ്ചിയുടെ കഷ്ണങ്ങളൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് ചതച്ചാൽ മതി. ഇഞ്ചിയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. വൈൻ ഉണ്ടാക്കുന്നതിനായി ഞാൻ 1 കപ്പ് കറുത്ത ഉണക്കമുന്തിരി കൂടി എടുക്കുന്നുണ്ട്. ഏകദേശം 200 ഗ്രാം വരും. ഇതുകൂടി കഴുകിയെടുക്കാം. മുന്തിരിയും നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. വൈൻ ഉണ്ടാക്കുന്നതിനായി ഒരു വലിയ പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും കഴുകി വൃത്തിയാക്കിയ ഉണക്കമുന്തിരിയും കൂടെ തന്നെ 3/4 കിലോ പഞ്ചസാരയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തിളച്ചു വരണം. നമ്മൾ എടുത്ത 2 ലിറ്റർ വെള്ളം ഏകദേശം 1.5 ലിറ്ററായി തിളച്ചു വറ്റി വരണം. ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് നന്നായി തിളച്ച് വറ്റിത്തുടങ്ങും. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം 1/2 ലിറ്ററോളം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് 2 വലിയ നാരങ്ങയുടെ നീര് ഏകദേശം 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഞാനൊരു 2 കഷ്ണം ചുക്കെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇത്രയും മതി. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടി ഞാൻ വൈനിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു ഇളം ചൂടാവുമ്പോൾ വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വൈനിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിലും സ്പൂണാണെങ്കിലും എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി 2 ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർത്ത് യോജിപ്പിക്കാം. ഇനി വൈൻ ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ജാറിൻ്റെ മുഴുവനായി നിറയ്ക്കരുത്, ഒരു 3/4 ഭാഗത്തോളം നിറച്ചാൽ മതി. രണ്ട് ജാറിലായിട്ടാണ് ഞാൻ വൈൻ നിറച്ചിരിക്കുന്നത്. ഇനി ഒരു 10 ദിവസം അധികം വെളിച്ചം തട്ടാത്തൊരു സ്ഥലത്ത് ഇതിനെ വെക്കണം. ദിവസവും ഇളക്കി കൊടുക്കണമെന്നില്ല.
ഇനിയൊരു 10 ദിവസം കഴിഞ്ഞ് നോക്കാം. വൈൻ ഉണ്ടാക്കിയിട്ട് ഇത് 10ാമത്തെ ദിവസമാണ്. നല്ലോണം കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി വൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പയിലുള്ളത് കൂടി ഒന്ന് നന്നായി പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഗ്ലാസ് ബോട്ടിലുകളിലേക്ക് ആക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലാവണം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ജിഞ്ചർ വൈൻ റെഡിയായി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും ഉപയോഗിക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അളവ് കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞ് 10 മിനിറ്റിനകം ഫുഡ് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇഞ്ചി വൈൻ കുട്ടികൾക്കൊരു ചെറിയ അളവിൽ പതിവായി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവർക്കുണ്ടാവുന്ന വിശപ്പില്ലായ്മ, ദഹനക്കേട് പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ഇത് സഹായിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം.